മലയാളികളുടെ മധുരത്തിന് സൗന്ദര്യവും രുചിയും കൂട്ടാൻ ഉണക്കമുന്തിരി അത്യാവശ്യമാണ്. ഉണക്കമുന്തിരി ഒഴിവാക്കിയുള്ള ഭക്ഷണങ്ങളും നന്നേ കുറവ്. സംസ്ഥാനത്തെ വിവിധ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ശേഖരിച്ച ഉണങ്ങിയ മഞ്ഞമുന്തിരിയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. പരിശോധനയിൽ ക്ലോർപൈറിഫോസ് എന്ന മാരക കീടനാശിനി അളവിലും കൂടുതലുള്ളതായി കണ്ടെത്തി. വിദേശ രാജ്യങ്ങളിൽ വീടുകളിൽ ക്ലോർപൈറിഫോസ് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ചെറിയ അളവിൽ പോലും ക്ലോർപൈറിഫോസ് ശരീരത്തിൽ ചെന്നാൽ ക്യാൻസറിനും നാഡീരോഗങ്ങൾക്കും വരെ കാരണമാവും. ഇതിൻ്റെ ഭവിഷ്യത്തുകൾ കണ്ടുപിടിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കുട്ടികളിൽ വളർന്നു വന്ന കുട്ടികളിലും അമ്മയുടെ വയറ്റിൽ വളർന്ന കുട്ടികളിലെയും ഞരമ്പ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന വഴിയായിട്ട് അവരുടെ മോട്ടോർ സിസ്റ്റം ഡെവലപ്മെൻറ്റിലും അവരുടെ ബിഹേവിയറൽ പാറ്റേണിലും അവരുടെ അറ്റൻഷൻ പ്രോബ്ലത്തിനെല്ലാം ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഉണക്കമുന്തിരിയിലും മറ്റ് ഡ്രൈ ഫ്രൂട്ടുകളിലും എത്ര പരിധിവരെ കീടനാശിനികളാവാമെന്ന് ഇന്ത്യ ഗവൺമെൻറ് ഇതുവരെ നിശ്ചയിക്കാത്തത് കീടനാശിനി ഉപയോഗിക്കുന്നവർക്കും പ്രോത്സാഹനമാകുന്നു. ക്ലോർപൈറിഫോസിന്റെ അളവ് എത്ര വരെ ആവാമെന്ന് ഇത് സംബന്ധിച്ച് സർട്ടിഫിക്കേഷൻ നൽകേണ്ട ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപനമായ FSSAIയോ അന്താരാഷ്ട്ര ഏജൻസിയായ കോഡെക്സോ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ നിശ്ചയിച്ച പരിധിയിലും അപ്പുറമാണ് നിലവിൽ ഉണക്കമുന്തിരിയിലെ വിഷാംശത്തിന്റെ അളവ്. നിതീഷ് ബാലൻ, മീഡിയ 1, കൊച്ചി.